أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد، أعوذ بالله من الشيطان الرجيم. إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസാണ് മക്കയിൽ പ്രസംഗിച്ചത്, ഖുതുബോദിയത്. മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹം സംസാരിച്ച വിഷയം ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ടുള്ള ഉമ്മത്ത് മുഹമ്മദിന് മാത്രമല്ല, മൊത്തത്തിൽ മനുഷ്യരാശിക്ക് സകലമുള്ളതായ വിപത്ത് എത്രമാത്രമുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ ശൈലിയിൽ കൂടി ഇന്ന് വിശദീകരിക്കുകയായിരുന്നു. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ മതത്തെ മനുഷ്യർക്ക് ആവശ്യമായ, അവരുടെ മസ്ലഹത്തിന് ആവശ്യമായ, അവരുടെ നന്മക്ക് ആവശ്യമായ, അവരുടെ നിലനിൽപ്പിനും ഇമാറിനും തഅമീറിനും ആവശ്യമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം അള്ളാഹു ഈ മതത്തിലൂടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് വിശദീകരിച്ച് ഇറക്കി തന്നിരിക്കുകയാണ്. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയും പോലെ, ഷറഅന്റെ മഖ്സൂദ് തന്നെ മനുഷ്യ ജീവിതത്തിൽ അവൻ അനിവാര്യമായ അവന്റെ മതത്തെ സംരക്ഷിക്കുക, അവന്റെ നഫ്സിനെ സംരക്ഷിക്കുക, അവന്റെ ബുദ്ധിയെ സംരക്ഷിക്കുക, അവന്റെ മനുഷ്യ ശൃംഖലയെ സംരക്ഷിക്കുക, അവന്റെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്നതാണ്. മനുഷ്യൻ ഈ അവന്റെ മസ്ലഹത്തിന് ആവശ്യമുള്ളതായ ഇത്തരം കാര്യങ്ങളെ എത്രമാത്രം സംരക്ഷിക്കുന്നു അത്രമാത്രം ഈ മനുഷ്യന്റെ നിലനിൽപ്പിന് സഹായകമായി തീരുന്നു. അതേസമയത്ത് അതിന് വിപരീതം പ്രവർത്തിക്കുമ്പോൾ അതിന് ഫസാദുണ്ടാക്കിയ ആളായി മാറുകയും ചെയ്യുന്നു മനുഷ്യൻ. അപ്പോൾ മനുഷ്യന്മാരിൽ അവരിലൂടെയാണ് ഈ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ, അവന്റെ സാമൂഹിക ജീവിതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് എന്നത് അവൻ പരിശോധിച്ച് അവന്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കൽ ഓരോ മനുഷ്യന്റെയും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ് എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലഹരി പദാർത്ഥത്തെ ഹറാമാക്കാൻ കാരണം. ലഹരി പദാർത്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ, നഹാ അൻ കുല്ലി മുസ്കിരിൻ വ മുഫത്തിർ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതായ എല്ലാ മാധ്യമങ്ങളെ ഇനങ്ങൾ ഈ യുഗത്തിൽ വളരെ വളരെ കൂടുതൽ വർദ്ധിച്ചു വരികയാണെന്നത് ശ്രോതാക്കൾക്കറിയാം. എല്ലാ ഇനങ്ങളെയും, അത് മുഫത്തിറായിരുന്നാലും അങ്ങനെ തന്നെ, അഥവാ മയക്കം വരുന്നതായിരുന്നാലും അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ നിലനിൽപ്പിനും മനുഷ്യന്റെ മസ്ലഹത്തിനും മനുഷ്യന്റെ നന്മക്കും വേണ്ടിയാണ് അല്ലാഹു ഇത് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹുൽ ഖംറ, കള്ളിനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. ശാരിബഹ, അതിനെ കുടിച്ചവനാവട്ടെ, അത് കുടിപ്പിച്ചവനാവട്ടെ, വിറ്റവനാവട്ടെ, വാങ്ങിയവനാവട്ടെ, അതിനെ പിഴിഞ്ഞവനാവട്ടെ, പിഴിയപ്പെട്ടവനാവട്ടെ, അതിനെ ചുമന്നവനാവട്ടെ, ആരിലേക്ക് ചുമക്കപ്പെട്ടു അവനാവട്ടെ, ആരായിരുന്നാലും എല്ലാ വകുപ്പിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുകയാണ് എന്ന് നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്ന, ഈ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് തന്നെ നമുക്ക് വാണിംഗ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് കൊണ്ട് ലോകത്തിൽ സംഭവിക്കുന്നതായ സംഭവവികാസങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ചോരപ്പിച്ചിച്ചീന്തലുകൾ, മരണങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സമ്പത്തിനെ ചൂഷണം ചെയ്യൽ, എന്തെല്ലാം അക്രമങ്ങൾ, അനീതികൾ, തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ എല്ലാം അതിനുള്ള വലിയൊരു കാരണമായിട്ടാണ് നാം കാണുന്നത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് ഈ മുഖദ്ദിറാത്ത് എന്ന് അറബി ഭാഷയിൽ പറയുന്ന ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിക്കുക എന്നതിന്റെ ശതമാനം ഇപ്പോൾ ലോകത്ത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ചില പുരുഷന്മാരുടെ ഇടയിൽ മാത്രമായിരുന്നു. ഇപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഒരുപോലെ വ്യാപകമായിക്കൊണ്ടേ ഇരിക്കുന്നതായ ഒരു മഹാവിപത്തും മഹാ ആഫത്തുമാണ് ഈ ലഹരി പദാർത്ഥം എന്നത്, അഥവാ ഖംർ എന്നത്. അതിനോട് തുടർന്ന് വരുന്നതായ, ഇപ്പോൾ അത് പല രൂപത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് കേൾക്കാൻ പോകുന്നത് പോലെ ലോകവ്യാപകമായിക്കൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ് ഈ ലഹരി പദാർത്ഥം. അതെ, മനുഷ്യന്റെ സിഹത്തിനെ, ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഇതുപോലെയുള്ളതായ ഒരു വടക്ക് ആയുധം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം, റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനത്തിൽ ഏറ്റവും നീചവും നികൃഷ്ടവുമാണ് ഈ ആഫത്ത്. ഇത് ഈ യുഗത്തിന്റെ ആഫത്താണ് എന്ന്
ഇമാമ് മക്ക ഇമാം വിശദീകരിക്കുകയുണ്ടായി. ആഫത്തുൽ അസ്രി, ഈ യുഗത്തിന്റെ ഈ കാലത്തിന്റെ ആഫത്താണ് എന്ന് മാത്രമല്ല, ഈ സറത്താൻ ഷുഊബ് എന്നുള്ളതായ മനുഷ്യരാശിയുടെ സറത്താനാണ് അഥവാ ക്യാൻസറാണ് എന്ന് ഇന്ന് ഇമാം ഓർത്തുകയുണ്ടായി. ലോക ജനതയുടെ ഖറാബിനും നശിപ്പിനും അവരുടെ അധോഗതിക്കും കാരണമായി തീർന്നതായ ഒരു മഹാമാധ്യമമാണ് ഈ ലഹരി പദാർത്ഥം എന്നത്. ഇത് പഠനം നടത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 40% ലോകത്തിലുള്ളതായ കോർട്ടുകളിൽ വരുന്നതായ എല്ലാ കേസുകൾ അത് മുഖദ്ദിറാത്ത് മുഖേനയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. ഇതിന്റെ ഏറ്റവും വലിയ കാരണമായിട്ട് അദ്ദേഹം ഉണർത്തിയത് വാസിഉദ്ദീനി ഇല്ലാതിരിക്കുക എന്നതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതഭക്തരല്ലെങ്കിൽ, മതവുമായി ടച്ച് ഇല്ലെങ്കിൽ, അള്ളാഹുൽ ഭയമില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ, അവരോടുള്ള ഇത്തിബാഅ് പിന്തുടർച്ച കൈക്കൊള്ളാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ളതായ ദീനുമായുള്ളതായ ബന്ധത്തിൽ എത്ര മനുഷ്യന് വീഴ്ച വരുന്നു. അത് കാരണത്താലാണ് ഇങ്ങനെയുള്ള അപകടത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളും എത്തിച്ചേരാറുള്ളത് എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഫറാഗ് മറ്റൊരു കാരണമാണ്. ഹവാവും ഫറാഗും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഒഴിവ് ലഭിക്കുക, സാമ്പത്തിക ശേഷി ഉണ്ടാവുക, അതുപോലെ തന്നെ വടക്ക് കൂട്ടുകാരുണ്ടാവുക, ഇതൊക്കെ ഇതിനുള്ള കാരണമാണ്. അതിനെല്ലാം പുറമെ കാരണമായി നാം കാണുന്നതാണ് നമ്മുടെ കൂടെ കാശും ഒഴിവും എല്ലാം ഉള്ളതോടൊപ്പം തഖ്ലീദുൽ അമ എന്ന അന്ധമായി മറ്റുള്ളതായ സമൂഹത്തെ അനുകരിക്കുക. അവരങ്ങനെ കാട്ടിയല്ലോ, ഇവരങ്ങനെ ചെയ്തല്ലോ, അവരങ്ങനെ പ്രവർത്തിച്ചല്ലോ, ആ ഫിലിമിൽ അങ്ങനെ വന്നല്ലോ, ആ സിനിമയിൽ അങ്ങനെ കണ്ടല്ലോ, അങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ദബ്ബിൻ ലദഖൽതുമൂഹ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ, നിങ്ങൾ മറ്റുള്ള ഉമ്മമുകളെ അഥവാ പേശ വിഭാഗത്തിലേക്കാണ് സൂചന, ജൂത ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കാണ് സൂചന. അവർ പോയ റൂട്ടിലേക്ക് അവരെന്ത് കാട്ടിയാൽ അവർ ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് പ്രവേശിച്ചതെങ്കിൽ അവിടം വരെ നിങ്ങൾ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് പറഞ്ഞതായ ആ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ലഹരി പദാർത്ഥത്തിന്റെ പിന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവാക്കളിലും യുവകളിലും തുറിച്ച് കാണുന്നതായ മറ്റൊരു കാരണം. അത് മറ്റുള്ളവരോട് തുല്യപ്പെടുക, അവർ കാട്ടിയതുപോലെ കാട്ടുക, അവരിൽ തെറ്റിദ്ധരിക്കപ്പെടുക, അഥവാ അവർക്കുള്ള പുരോഗതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് എന്ന് തോന്നിപ്പോവുക. അതൊക്കെയാണ് ഇതിനുള്ളതായ പ്രധാന കാരണങ്ങൾ. അതുപോലെ തന്നെ ജോലിയില്ലാതെ വേലയില്ലാതെ ഇരിക്കുക എന്നത് മറ്റൊരു കാരണമാണ്. സാമ്പത്തിക ശേഷി ഉണ്ടാവുക, അതോടൊപ്പം ഒരു പ്രത്യേക ജോലിയോ ഒന്നും തന്നെ ഇല്ലാതെ വെറുതെ ഇരിക്കുക. മനുഷ്യന് ഏറ്റവും വലിയ വിപത്ത് അവന് ഫറാഗിലൂടെയാണ് എന്ന് ഇന്ന ശവാബ വൽ ഫറാഗ വൽ ജദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ എന്നാണല്ലോ കവി പറയുന്നത്. ഒരു മനുഷ്യൻ ഒഴിവുണ്ടാവുക, ഫ്രീ ആയി സമയം ധാരാളം ഉണ്ടാവുക. അതുപോലെ തന്നെ ശബാബ, ഒരു മനുഷ്യൻ ചോരത്തിളപ്പുള്ളതായ ആ യുവത്വം തുളുമ്പുന്ന സന്ദർഭമായി മാറുക. അതുപോലെ തന്നെ വൽ ജദ, സാമ്പത്തിക ശേഷി ഉണ്ടാവുക. ഇതൊക്കെ മഫ്സദത്തുൽ മർഇ അയ്യ മഫ്സദ, മനുഷ്യനെ അങ്ങേയറ്റം ഫസാദിലേക്കും ഫിത്നയിലേക്കും അപകടങ്ങളിലേക്കും ചെന്നു ചേർക്കുന്നതാണ് എന്ന് കവി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. അതാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളും യുവതികളും ചെന്നു ചേരാനുള്ളതായ പ്രധാന കാരണങ്ങളിൽ പെട്ടതാണ് ഈ നാം കേട്ടതായ ഭാഗങ്ങൾ. അതുകൊണ്ട് ലോകത്തിൽ എത്രമാത്രം മാദിയായിട്ട് പുരോഗതി പ്രാപിക്കുന്നുവോ, സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കുന്നുവോ, ഏത് സമൂഹത്തിലാവട്ടെ, ഏത് കുടുംബത്തിലാവട്ടെ, ഏത് ഉസറകളിലാവട്ടെ, അവിടെയെല്ലാം നാം വ്യാപകമായി കാണുന്നതാണ് വാസിഉദ്ദീനിയുടെ അഭാവം കാരണത്താൽ അവര് ഇങ്ങനെയുള്ള അപകടത്തിൽ ചെന്നു ചേർന്നുകൊണ്ട് ഇരിക്കുന്നു എന്നത്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഏത് മുജ്തമഇനും ഏത് സമൂഹത്തിനും ഏത് വിഭാഗങ്ങൾക്കും അപകടത്തിൽ നിന്ന് രക്ഷ നേടുവാനും സൗര്യമായി ജീവിക്കുവാനും പ്രയാസമില്ലാതെ ജീവിക്കുവാനും ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ളതായ ഇങ്ങനെയുള്ള മാരകമായ രോഗത്തിന് അറുതി വരുത്തട്ടെ എന്നാണ് മക്ക ഇമാം പറഞ്ഞത്. അല്ലെങ്കിൽ മക്ക ഇമാം വളരെ ശക്തിയായ ശൈലിയിൽ ലോകത്തോട് അഭിസംബോധന ചെയ്തത്. അത് ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായ പല ഇനങ്ങളെയും അദ്ദേഹം എണ്ണുകയുണ്ടായി. മലയാള ഭാഷയിൽ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഉപയോഗിക്കാറുള്ള പദം എന്നത് എനിക്കെല്ലാം പരിപൂർണമായി അറിയുന്നില്ലെങ്കിൽ അറബി ഭാഷയിൽ പറയുമ്പോൾ തന്നെ ഹഷീഷ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഹുബൂബ്, പല രൂപത്തിലുള്ളതായ ഗുളികകളും, അതുപോലെ തന്നെ കാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന അറബ് രാഷ്ട്രത്തിൽ യമൻ പോലത്തെ നാടുകളിലൊക്കെ ഉപയോഗിക്കുന്നതായ ചില ഇലകളാണ് തൊള്ളയുടെ അകത്ത് അവർ
വെച്ച് കൊണ്ടിരിക്കുന്നതായ കാത്ത്, അതുപോലെ തന്നെ ഏറ്റവും വലിയ അപകടം ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയതായ ഷബു എന്നതായ ഒരു സാധനത്തെ അറബി ഭാഷയിൽ പറയുന്ന ഷബു, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വ്യാപകമാണ്. അതിന്റെ പ്രത്യേകത കള്ളിനേക്കാളും പെട്ടെന്ന് എല്ലാ ലഹരി പദാർത്ഥങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാകുന്ന, ഏറ്റവും പെട്ടെന്ന് മനുഷ്യനെ തിന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ ബുദ്ധി നശിച്ചു പോകാൻ കാരണമായി തീരുന്നതായ ഒന്നാണ് ഷബു എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഹുക്കന് ഇഞ്ചക്ഷൻ വെക്കുക, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മുഖദ്ദിറാത്ത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പല പല ഇനങ്ങൾ അദ്ദേഹം എണ്ണുകയുണ്ടായി. മക്ക ഇമാമ് സദീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം സാഹിത്യ ശൈലിയിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ശൈലികളൊക്കെ വളരെ വളരെ കടുകട്ടിയുള്ളതായ ശൈലികളാണെന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണല്ലോ. അതെ, ഇങ്ങനെയുള്ളതായ മഹാരോഗങ്ങൾക്കും മഹാവ്യാപകമായി കിടക്കുന്നതായ ഫിതനുകൾക്കും അപകടങ്ങൾക്കും ഫസാദുകൾക്കും അറുതി വരുത്താൻ നാം തദ്ബീറാത്തുകൾ നടത്തേണ്ടതുണ്ട്. അതിനൊന്ന് കച്ചകെട്ടി പുറപ്പെടേണ്ടതുണ്ട്. എല്ലാ വകുപ്പും, ഉമ്മത്തുകളിലുള്ള സർവ്വ വകുപ്പും, പണ്ഡിതന്മാരാവട്ടെ, പ്രബോധകന്മാരാവട്ടെ, എഴുത്തുകാരാവട്ടെ, അതുപോലെ തന്നെ വാർത്താവിനിമയ കേന്ദ്രക്കാരാവട്ടെ, പത്രക്കാരാവട്ടെ, വാസിഉദ്ദീൻ അഥവാ ദീൻ മതഭക്തി, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഉമ്മത്ത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മതഭക്തി ഉണ്ടാക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഈ മതഭക്തി ഉണ്ടാവുക എന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ അള്ളാനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാനെ പേടിച്ചു കഴിഞ്ഞാൽ, ഖുർആനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, സുന്നത്ത് പഠിച്ചു കഴിഞ്ഞാൽ, റസൂലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ദീനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഇത്തരം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയതായ മാധ്യമം, ഏറ്റവും വലിയതായ ശക്തി അതാണ് എന്ന് മക്ക ഇമാമ് തുടക്കത്തിൽ പറയുകയുണ്ടായി. ആദ്യമായിട്ട് കാരണമായി പറയുന്ന കൂട്ടത്തിൽ നാം കേട്ടു. ഇപ്പോൾ പറയുകയാണ് അതിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാനുള്ള മാർഗമാണ്. ആ രക്ഷ പ്രാപിക്കാനുള്ള മാർഗം വാസിഉദ്ദീൻ ഉണ്ടാക്കലാണ്. നമ്മുടെ ദീന്, നമ്മുടെ ശരീഅത്ത്, എല്ലാ നന്മ ലോകത്തിന് വേണ്ടി വ്യാപകമാക്കിക്കൊണ്ടേ ഇരിക്കുന്ന മനുഷ്യരാശിക്ക് എന്തെല്ലാം നന്മയുണ്ട് അതെല്ലാം ഇറക്കിയതായ മതമാണ്, അതെല്ലാം പഠിപ്പിച്ചതായ മതമാണ് നമ്മുടെ ശരീഅത്ത്. അതുകൊണ്ട് നമ്മുടെ ശരീഅത്തിനെ കുറിച്ച് വ്യക്തമായി ധാരണയും പഠനവും നടത്തിയതിനു ശേഷം പണ്ഡിതന്മാര് ശരിക്ക് യുവാക്കളെ, യുവതികളെ തർബിയത്ത് നൽകുക എന്നത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് എന്ന് മക്ക ഇമാമ് ഊന്നിപ്പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാധ്യമങ്ങളിൽ നന്നായി തർബിയത്ത് നൽകുന്ന കൂട്ടത്തിൽ അധ്യാപകന്മാരും അധ്യാപികകളും ഇതിൽ മുൻപന്തിയിലാണ് എന്ന് പ്രത്യേകം ഊന്നിപ്പറഞ്ഞു. അപ്രകാരം തന്നെ പള്ളികളിലാവട്ടെ, മദ്രസകളിലാവട്ടെ, കോളേജുകളിലാവട്ടെ, എവിടെയാണെങ്കിലും അവിടെയെല്ലാം അധ്യാപകന്മാരാകുന്ന, ദർസ് നടത്തുന്ന, ക്ലാസ് എടുക്കുന്ന എല്ലാവരുടെയും ബാധ്യതയിൽപ്പെട്ടതാണ് ഇത്തരം അപകടത്തിൽ നിന്നിട്ട് ഉമ്മത്ത് മുഹമ്മദിനെ മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടുക എന്ന് മക്ക ഇമാമ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വീടിന്റെ ബാധ്യത കുറവല്ല. ഓരോ വീടുകളിലും ആ വീട്ടിന്റെ നേതൃത്വം വഹിക്കുന്ന വാപ്പ, ജ്യേഷ്ഠന്മാർ, മുതിർന്നവർ, ഉമ്മ, മാതാക്കൾ എല്ലാവരുടെയും ബാധ്യതയിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള അപകടം വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ കുഞ്ഞോമന പൈതലുകളെ ചെറുപ്പത്തിലെ അതിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ, അതിൽ രക്ഷപ്പെടുത്താൻ മുമ്പ് ഇമാമു സൂചിപ്പിച്ചതുപോലെ നല്ല കൂട്ടുകാരുടെ കൂടെ നടക്കാൻ, നല്ല കൂട്ടുകാരുമായിട്ട് സഹവസിക്കാൻ, നല്ല ജുലുസാന്റെ കൂടെ ഇരിക്കാൻ, അതൊക്കെ കൽപ്പിക്കേണ്ടതും അതിന് ട്രെയിനിങ് നൽകേണ്ടതും, മറ്റു ജുലുസാന്റെ കൂടെ പോകുമ്പോൾ അതിൽ നിന്നിട്ട്, അഥവാ വടക്ക് കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ അതിൽ നിന്നിട്ട് അവരിൽ നിന്നിട്ട് ഒഴിവാക്കാനും, അതിൽ അവർക്ക് ബോധനം നൽകുവാനും, അവർക്ക് ഉപദേശം നൽകുവാനും മുന്നിൽ കൈയെടുത്ത് പ്രവർത്തിക്കേണ്ടത് അത് നമ്മുടെ വീട്ടിന്റെ നേതൃത്വം വഹിക്കുന്നവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ മദ്രസയാവട്ടെ, പള്ളിയാവട്ടെ, ദർസാവട്ടെ, കോളേജാവട്ടെ, ഏത് സ്ഥാപനങ്ങളാവട്ടെ, ഏത് പ്രസംഗിക്കുന്ന മേഖലകളും, ഏത് പ്രബോധനം ചെയ്യാനുള്ള മേഖലകളും അതെല്ലാം നന്നായി കച്ചകെട്ട് ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് അറുതി വരുത്താൻ നമുക്കൊണ്ട് സാധിക്കും എന്ന് മക്ക ഇമാമ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ നാം ഈ മുഖദ്ദറാത്ത് ഇന്ന് ഉപയോഗം അധികരിച്ചത് കാരണത്താൽ ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എത്രയോ പേരത് കാരണത്താൽ മരണപ്പെട്ട വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. കാരണം അത് സുമൂമാണ്, അത് മുഹ്ലിക്കാത്താണ്, അത് വിഷമാണ്, അത് നശിപ്പിക്കുന്ന നശീകരണത്തിലുള്ളതായ മാധ്യമമാണ്, ഭാഗമാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ഗവൺമെന്റിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവർക്ക് തക്കതായ പ്രതികാരം, തക്കതായ ശിക്ഷ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഭാഗത്തിന് ഉഖൂബാത്തുകൾ ഇറക്കുക. ഉഖൂബാത്ത് പറഞ്ഞാല് ശിക്ഷാ നടപടികൾ കൈകൊള്ളുക. മക്ക ഇമാമ് പറയുന്നു, ശിക്ഷാ നടപടി കൈകൊള്ളുമ്പോൾ നിർബന്ധമായിട്ടും അള്ളാഹു ഖുർആനിലൂടെ ഇറക്കിയതായ, റസൂലുള്ള പഠിപ്പിച്ചതായ ശിക്ഷാ നടപടി തന്നെ കൈക്കൊള്ളണം.
അതുപോലെ കൈകൊണ്ടാൽ മാത്രമേ അതിൽ നിന്നിട്ട് മോചനം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശിക്ഷാ നടപടികൾ കൈകൊള്ളുക എന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇതിൽ നിന്നിട്ട് ഉമ്മത്ത് മുഹമ്മദിനെ രക്ഷപ്പെടുത്താനുള്ളതായ മാർഗങ്ങളിൽ പെട്ടതാണ്. മക്ക ഇമാമ് തുടരുകയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, മുസ്ലിം സഹോദരികളെ, മുസ്ലിങ്ങളിൽ നിന്നിട്ടുള്ള യുവാക്കളെ, യുവതികളെ, നിങ്ങൾ നിങ്ങളുടെ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച നിങ്ങൾക്ക് നൽകിയതായ മഹാനിഅമത്താണ് അഖല് അഥവാ ബുദ്ധി. ആ ബുദ്ധിയെ നിങ്ങൾ മരവിപ്പിക്കുന്ന ബുദ്ധിയാക്കി മാറ്റരുത്. ആ ബുദ്ധിയെ ഉപയോഗശൂന്യമായ ബുദ്ധിയാക്കി മാറ്റരുത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജീവിതം ജഹന്നമായി ദുനിയാവിൽ നിന്നിട്ട് തന്നെ മാറുന്നതാണ്. നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം തുടരാൻ സാധിക്കുന്നതല്ല. എല്ലാം ജീവിതം ജഹന്നമായി നരകീയ ജീവിതമായി മാറുന്നതാണ് എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതെ, ഇവിടെയെല്ലാം നാം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ളതായ ബാധ്യത ഓരോ വ്യക്തികളും അവരവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ ബാധ്യതകളൊക്കെ നിർവഹിക്കാൻ ഓരോരുത്തരും രംഗത്തിറങ്ങേണ്ടത് അവരുടെ മസ്ഊലിയത്തിൽപ്പെട്ടതാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുൻ മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. ഓരോരുത്തരോടും അവരവരുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. മക്ക ഇമാം അവസാനമായി ഉണർത്തിയതായ ഭാഗമാണ് നമ്മുടെ കൂടെയുള്ള ബുദ്ധി. അത് നമുക്ക് അള്ളാഹു നൽകിയതായ ഒരു അമാനത്താണ്. അള്ളാഹു നൽകിയതായ ഈ നിഅമത്തും ഈ അമാനത്തും അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് പരലോകത്തിൽ ചോദിക്കപ്പെടും. അമാനത്തിനെ കുറിച്ച് പരലോകത്തിൽ ചോദിക്കപ്പെടും. അതുകൊണ്ട് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ, മനുഷ്യരാശിയെ, ജിന്നുവർഗങ്ങളെ എല്ലാം ബഹുമാനിച്ചതും ആദരിച്ചതും എന്തിലൂടെയാണ്? ബുദ്ധിയിലൂടെയാണ്. നാൽക്കാലി മൃഗങ്ങൾക്ക് ബുദ്ധി ഇല്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളതായ ഈ മനുഷ്യൻ അവനെ സംരക്ഷിക്കേണ്ടത് അവൻ അള്ളാഹു നൽകിയതായ ഈ വിശാലമായ അനുഗ്രഹമാകുന്ന ആ ബുദ്ധിയെ ശരിക്ക് സൂക്ഷിച്ച് സംരക്ഷിച്ച് അതിനെ അള്ളാഹുവിന്റെ താഅത്തിലും അള്ളാഹുവിന്റെ മതത്തിനെ പഠിക്കാനും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അവൻ അള്ളാഹു ചെയ്തതായ നിയമത്തിന് നന്ദി പ്രകടനം പ്രവർത്തനത്തിലൂടെ നൽകാനുമാണ് അവൻ പാടുപെടേണ്ടത്. എന്നല്ലാതെ അതിനെ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ മെരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ നിശ്ചലമാക്കാനോ അല്ല പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് മക്ക ഇമാമ് പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറയുകയുണ്ടായി, നിങ്ങളൊന്ന് ചിന്തിക്കൂ യുവാക്കളെ, ചിന്തിക്കൂ യുവതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തതായ ഈ നസീഹത്തിൽ എത്രമാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര അപകടങ്ങളെ, എത്ര പ്രയാസങ്ങളെ, എത്ര ലോകത്തിൽ സംഭവിക്കുന്നതായ വടക്ക് പ്രവർത്തനങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഈ ക്രൂര കൃത്യത്തിൽ നിന്നിട്ട് നിങ്ങൾ ഒഴിവായി കഴിഞ്ഞാൽ സാധിക്കും. സൂചന നൽകുകയുണ്ടായി അല്പം മുമ്പ് മക്ക ഇമാമ് ഇവിടെ കാണുന്നതായ കാറ് കൊണ്ടുള്ളതായ കളി, അതുകൊണ്ടുള്ള ചിലപ്പോഴൊക്കെ കാറ് കൊണ്ട് കളിക്കും. അതുപോലെ തന്നെ പല അള്ളാഹു നിഅമത്ത് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങളെ കൊണ്ട് കളിച്ച് അതിനെ താറുമാറാക്കുകയും അത് കാരണത്താൽ സ്വയം മരിക്കുകയും മറ്റുള്ളവരെ മരിപ്പിക്കുകയും ഇന്തിഹാർ എന്ന പദമാണ് മക്ക ഇമാം ഉപയോഗിച്ചത്. ഇന്തിഹാർ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വരെ കാരണമായി തീരും. എത്രയോ വ്യക്തികൾ മരിക്കാനും മരണപ്പെടാനും ഈ കള്ളുകുടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഈ അപകടം ചെന്നു ചേർക്കും എന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ലോകം മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കാൻ വേണ്ടി ഓരോ വിഭാഗവും പരിശ്രമിക്കേണ്ടതുമായ കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം അദ്ദേഹത്തിന്റെ ഖുത്ബയെ സമാപിച്ചത്. എന്നാൽ ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം മദീനയിൽ സംസാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതായ വിഷയം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവായി മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതായ ഒന്നായി ഖുർആനിനെ ഇറക്കുകയുണ്ടായി. അത് നൂറാണ്, അത് പ്രകാശമാണ്. അതിലൂടെയാണ് നമുക്ക് മരണപ്പെട്ടവരെ നാം ജീവിപ്പിച്ചു എന്ന് അല്ലാഹു ഖുർആൻ പറയുന്നു. എന്തിലൂടെ? ഖുർആനിലൂടെ. അങ്ങനെയുള്ള ഈ വഹീനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ വഹി നമുക്ക് അനുഗ്രഹമാണ്. ആ വഹീനെ പഠിക്കുക. ആ വഹി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഇറക്കിയതാണ്. ആ വഹിയിലൂടെയാണ് നമുക്ക് ഹിദായത്ത്. ആ വഹിയിലൂടെയാണ് മക്ക ഇമാം സൂചിപ്പിച്ചതായ അഖലിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുക. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുകയാണ്, ഖുർആനിനെയും ഹിക്മത്തിനെയും ഇറക്കിയിരിക്കുകയാണെന്ന് പറയുകയുണ്ടായി. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതാണ് സുന്നത്തി എന്ന് മദീന ഇമാം സൂചിപ്പിച്ചു. കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിൽ പലയിടങ്ങളിലും ഹിക്മത്ത് എന്ന പദത്തിന്റെ അർത്ഥം അത് സുന്നത്താണ് എന്നാണ് വിശദീകരിച്ചത്. നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്നതായ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോടാണ്, നമ്മുടെ ഉമ്മമാരോട്, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക, സ്മരിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുക. മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടിയാണ്. എന്ത് പഠിക്കണം? മായുത്തല അലൈക്കുന്ന, നിങ്ങളിലേക്ക് ഓതപ്പെടുന്നതായ വിശുദ്ധ ഫുർഖാൻ അലീം മിനൽ ആയാത്ത്, അള്ളാഹുവിന്റെ ആയാത്തുകൾ, വൽ ഹിക്മ, ഹിക്മത്ത് അഥവാ സുന്നത്ത്. അപ്പോൾ ആ സുന്നത്ത് അത് രണ്ടാമതായിട്ട് നമ്മുടെ നന്മക്ക് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടി അള്ളാഹ് ഇറക്കിയതായ വഹയാണ്. അപ്പോൾ മദീന ഇമാം പറയുന്നത് ഖുർആൻ വഹി പോലെ തന്നെ
സുന്നത്തും വഹി തന്നെയാണ്. അതുകൊണ്ട് സുന്നത്തിന് നൽകേണ്ടതായ പരിഗണന അത് വഹിയാണ് എന്ന രൂപത്തിൽ ഖുർആന് നൽകുന്നത് പോലെയുള്ള പരിഗണന തന്നെ നാം നൽകണം. പക്ഷെ ഖുർആനിൽ അമാനുഷികത്വമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് സൃഷ്ടികൾക്ക് അതുപോലെയുള്ളത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് സുന്നത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് അത് രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടാണ് എന്നതിൽ രണ്ടും തുല്യതയുള്ളതാണ് എന്ന് മദീന ഇമാം പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ വിശുദ്ധ ഹദീസിനെ, ഖുർആനിനെ സംരക്ഷിക്കും പോലെ സംരക്ഷിക്കേണ്ട കാലഘട്ടമാണ് ഇന്ന്. കാരണം ഈ ഹദീസിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന, അതിനെക്കുറിച്ച് വെല്ലുവിളികൾ നടക്കപ്പെടുന്ന, അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉടലെടുപ്പിക്കുന്നതായ പല പല ചിന്താഗതികൾ വ്യാപകമാക്കുന്നതായ യുഗത്തിലാണ് നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ അവര് കസാലയുടെ മീതെ ഇരുന്നു കൊണ്ട് മനുഷ്യൻ പറയുന്നതാണ്, നമുക്ക് അല്ലാഹ് ഇറക്കിയ ഖുർആൻ മതി, സുന്നത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നതാണ്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലൽനാഹു, അതിലുള്ള ഹലാൽ നാം ഹലാലാക്കും, അതിലുള്ള ഹറാം നാം ഹറാമാക്കും എന്നല്ലാതെ അതല്ലാത്ത മറ്റു കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന രൂപത്തിൽ സംസാരിക്കുന്ന യുഗങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നമുക്ക് വാണിംഗ് നൽകിയിരിക്കുകയാണ്. ഈ വിഭാഗത്തിലേക്ക് സൂചന നൽകിയുകൊണ്ട്, അഥവാ ഹദീസ് നിഷേധികൾ, ഹദീസ് അംഗീകരിക്കാത്തവർ, അങ്ങനെയുള്ള ഹദീസ് അംഗീകരിക്കാതിരിക്കുക എന്നത് ദീനിന്റെ പകുതി നശിപ്പിക്കലാണ്. ദീനിന്റെ പകുതി നശിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 23 കൊല്ലത്തിലുള്ള ജീവിതത്തെ അംഗീകരിക്കാതിരിക്കലാണ്. ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതില്ല എന്ന് നാം തീരുമാനിക്കലാണ്, പറയലാണ്. ഹദീസ് വേണ്ട എന്ന് വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹുവിന്റെ കൽപ്പന തന്നെ, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യഅസിമുക മിനൻ നാസ്. അല്ലയോ ദൂതരെ, നിങ്ങളിലേക്ക് നാം ഇറക്കി തരുന്നതിനെ, അത് ഖുർആനാവട്ടെ സുന്നത്താവട്ടെ, അതിനെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ അതിനെ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളിലേക്ക് അർപ്പിക്കപ്പെട്ടതായ ബാധ്യത നിങ്ങൾ നിർവഹിച്ച ആളായി മാറുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും കൂട്ടാക്കേണ്ടതില്ല. ജനങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങൾ സത്യം പറയുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ദ്രോഹിക്കുമല്ലോ എന്നതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും പോലെ, വല്ലാഹു യഅസിമുക മിനൻ നാസ്, നിങ്ങളെ ജനങ്ങളുടെ എല്ലാ അപകടത്തിൽ നിന്നിട്ടും, ജനങ്ങളിൽ നിന്നുള്ള ക്രൂരകൃത്യത്തിൽ നിന്നിട്ടും, ചതിവിൽ നിന്നിട്ടും, വഞ്ചനയിൽ നിന്നിട്ടും നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചുകൊണ്ട്, ആ ഖുർആനിനെയും അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെയും വിശദീകരിക്കാനുള്ളതായ ഫുൾ പവർ, എല്ലാ നിലക്കും അതിനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഏൽപ്പിച്ചതുപോലെ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് നിന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ വേറെ ഒന്നും അന്വേഷിക്കരുത് മതത്തിൽ. അള്ളാഹുവിന്റെ ഖുർആനിന് ശേഷം റസൂലുള്ളാഹിന്റെ ഒരു വചനം നിന്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നീ മുറുകെ പിടിക്കുക, എന്നിട്ട് അതിനെ നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക, അതിൽ നീ വീഴ്ച വരുത്തത് എന്ന് മഹാനായ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ നേതാക്കളായ താബിഈങ്ങളും നമ്മുടെ സഹാബാക്കളും എല്ലാം വളരെ പ്രാധാന്യം നൽകിയും കൊണ്ട് അതിനെ ബൈ ഹാർട്ടാക്കി അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം അവർ സ്വയം ജീവിതത്തിൽ പകർത്തി ഫിറ്റാക്കി ജീവിച്ചവരായിരുന്നു എന്നതാണ് നമുക്ക് അവരുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ കാണുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവരുടെ ബേക്കിൽ അണിനിരക്കാൻ വിശുദ്ധ ഫുർഖാൻ അദീബിലൂടെ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഉദാഹരണമായിട്ട് അടിമകളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതായ ശരിയെക്കുറിച്ച് ഒരു വീട് പണിതവനെ പോലെയാണ്. ആ വീട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് വീട്ടിന്റെ ഉടമ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വീട് പണിതിട്ട് അതിൽ മൗദുവയുണ്ടാക്കി, അഥവാ ഭക്ഷണം കഴിക്കാനുള്ളത് എല്ലാ സൗകര്യങ്ങളും ഡിന്നറും എല്ലാം തയ്യാർ ചെയ്തു വെച്ചു. എന്നിട്ട് ഒരാളെ നിയോഗിച്ചു, അദ്ദേഹത്തോട് ഈ മൗദുബയിലേക്ക് ആളെ കൊണ്ടുവരൂ എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ആ വ്യക്തി ആൾക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണിക്കപ്പെട്ടവരൊക്കെ വീട്ടിലേക്ക് വരുന്നു, വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ വീട്ടിലേക്ക് കടന്നതിന് ശേഷം എന്നതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവേൽപ്പ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവാണ് ഇവിടെ റസൂലുള്ളാഹിനെ നിയോഗിച്ചത്. അള്ളാഹുവിന്റെ സദസ്സിലേക്ക്, അള്ളാഹുവിന്റെ ഡിന്നറിലേക്ക്, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, അള്ളാഹുവിന്റെ സുന്നത്തിലേക്ക് വരിക എന്നത് അത് സ്വർഗത്തിലേക്ക് വരലാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റസൂലിനെ അനുസരിക്കുക. ഹദീസിന്റെ അവസാനത്തിൽ റസൂൽ പറയുകയാണ്, മൻ അതാഅ മുഹമ്മദൻ ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും മുഹമ്മദിനെ അനുസരിച്ചാൽ അവൻ അനുസരിച്ചത് അള്ളാഹുവിനെയാണ്. ഇൻ തുതീഉഹു തഹ്തദു എന്ന് ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ. നിങ്ങൾ റസൂലുള്ളാഹി അനുസരിച്ചു കഴിഞ്ഞാൽ
അള്ളാഹുവിനെയാണ് അനുസരിച്ചത്. തഹ്തദു, നിങ്ങൾ സന്മാർഗികളാണ്. ഇൻ തുതിഊഹു, മുഹമ്മദ് നബിയെ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ തഹ്തദു, നിങ്ങൾ സന്മാർഗികളാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലിനെ ഒരാൾ അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ അനുസരിച്ചത് അള്ളാഹുവിനെയാണ് എന്ന് ഖുർആൻ പറയുന്നു. അതെ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി ആയിട്ട് 1-2 തവണ സൂറത്തുൻ നഹ്ലിലാണ് എന്നാണ് എന്റെ ഓർമ്മ, അള്ളാഹു പറയുന്ന ഭാഗമാണ് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, നിങ്ങൾക്ക് എന്തിനാണ് നാം ഖുർആൻ ഇറക്കി തന്നത് മുഹമ്മദേ. അഥവാ പറയും പോലെ, ഉദാഹരണത്തിന് ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുള്ളതാണ്, ഈ ഖുർആനിന്റെ ലക്ഷക്കണക്കിൽ കോപ്പി ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്തതല്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുഹമ്മദ് നബിയിലേക്കാണ് ഇറക്കിയത്. എന്തിനാണ് നിങ്ങളിലേക്ക് ഇറക്കാൻ കാരണം? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ നിങ്ങളായിരിക്കണം വിശദീകരിച്ചു കൊടുക്കേണ്ടത് എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ ഈ ബയാൻ എന്ന് പറയുന്നതായ ആ വിശദീകരണം ഖുർആനിലില്ല. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായ ആയത്തുകളിൽ വിശദീകരണം ആവശ്യമുള്ള ഭാഗം അതാണ് ബയാൻ. ആ ബയാന് അത് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയിൽപ്പെട്ടതാണ്. അവരുടെ ബാധ്യത അവർ നിർവഹിച്ചതാണ് നാം ഹദീസിലൂടെ കാണുന്നത്, നാം 23 വർഷത്തിലൂടെ ഉള്ളതായ ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള ഖുർആനിൽ തന്നെ നാം മനസ്സിലാക്കാൻ പല ആയത്തുകൾ പരിശോധിച്ചാൽ ആ ആയത്തുകൾ ഇറങ്ങാനുള്ളതായ കാരണങ്ങൾ അറിയാതെ, അഥവാ ഹദീസ് അറിയാതെ, ഹദീസിലൂടെയാണ് കാരണങ്ങൾ അറിയുക, അസ്ബാബുകൾ അറിയുക, ആ അസ്ബാബുകൾ അറിയാതെ എന്തിനാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല പലപ്പോഴും. അപ്പോൾ ഖുർആനിന്റെ കൂടെ ഹദീസ് ഇല്ലെങ്കിൽ ഖുർആനിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനും ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാനും സാധിക്കുകയില്ല എന്നതാണ് ഒരു പച്ചപ്രമാർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് മാ ആതാകും റസൂലു ഫഖുദൂഹു, റസൂൽ എന്തുകൊണ്ട് വന്നു അത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഒമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ എന്ത് നിങ്ങളോട് വിരോധിച്ചു അത് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങൾ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും മുമ്പിൽ വിട്ട് കടക്കരുത്. അവരുടെ കൽപ്പനയാകുന്ന ആ അതിർത്തി വിട്ട് കടക്കരുത്. അവിടെ നിൽക്കണം, ആ കൽപ്പനയുടെ അടുത്ത് നിൽക്കണം. അത് എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യണം എന്ന് കൽപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാലും അങ്ങനെ, അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നതുപോലെ. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണ്. കാരണം റസൂലിനെ അള്ളയാണ് നിയോഗിച്ചത്, റസൂലിനോട് അള്ളാഹു ആണ് പറഞ്ഞത് ഇങ്ങനെ നമസ്കരിക്കൂ, ഇങ്ങനെ നോമ്പ് പിടിക്കൂ, ഇങ്ങനെ സക്കാത്ത് കൊടുക്കൂ, ഇങ്ങനെ ഹജ്ജ് ചെയ്യൂ, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. അതുകൊണ്ട് നാം നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചു. പക്ഷെ നമസ്കരിക്കേണ്ടതായ റക്അത്തുകളുടെ എണ്ണങ്ങളൊക്കെ റസൂലുള്ളാഹിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യമനിൽ നിന്നിട്ട് ഒരു വഫദ് വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ അവർ പഠിച്ചു, യുവാക്കളാണ്. പഠിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അവരുടെ കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ചെയ്തതായ വസിയത്തായിട്ട് ബുഖാരിയിൽ കാണാം, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമസ്കരിക്കേണ്ടത് എന്നെ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് കണ്ടത് അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്നായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെയല്ലാതെ നമ്മെക്കൊണ്ട് 5 വക്ത് നമസ്കരിക്കാൻ സാധിക്കുന്നതല്ല എന്നതൊരു പച്ചപ്രമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിന്റെ കൂടെ സുന്നത്ത് കൂടി കൂട്ടിച്ചേർത്ത് നാം മനസ്സിലാക്കി, നാം പഠിച്ച്, നാം ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ നമുക്ക് ഖുർആൻ വേണ്ടതുപോലെ നടപ്പാക്കാൻ പറ്റുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിലുള്ള ക്ലാസ്സിൽ വരേക്കും ഞാൻ പറയാൻ കാരണം, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന സുന്നത്തിനെ മുഴുവനായി പരിപൂർണമായി ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അവൻ മുർത്തദ്ദാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് ഗെറ്റ് ഔട്ടാണ്, അവൻ ഇസ്ലാം അംഗീകരിച്ചവനല്ല എന്ന് ഞാൻ പറയാൻ കാരണം അത് എന്റെ വകയിലല്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വിധി. ആ വിധി നാം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ഒരാൾ ഹദീസ് പരമോർണമായി നിഷേധിയായി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ നിഷേധിക്കുന്നത് ഖുർആനിനെയാണ്. കാരണം ഖുർആനിലാണ് 70ഓളം പ്രാവശ്യം നബിയുടെ ബേക്കിൽ അണിനിരക്കാൻ, നബിയുടെ പിന്തുടർച്ച കൈക്കൊള്ളാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ ഇതൊക്കെ കൽപ്പിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആന്റെ കൽപ്പന ലംഘിച്ച ആളായി മാറുന്നു ഒരാൾ ഹദീസ് അനുസരിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ. അതെ, അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ച കൈക്കൊള്ളൽ നിർബന്ധമാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ 100-ാമത്തെ ആയത്തിൽ പറഞ്ഞതായ സഹാബാക്കളുടെ ബേക്കിൽ, മുഹാജിറുകളുടെ ബേക്കിൽ, അൻസാറുകളുടെ ബേക്കിൽ അണിനിരക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? ഈ വഹി ചൂടാറുന്നതിന് മുമ്പ് പഠിച്ചവരവരാണ്, ഫിറ്റാക്കിയവരവരാണ്. അതിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ആ തിരുത്തലുകൾ റസൂലിൽ നിന്നിട്ട് കേട്ടവരവരാണ്, എന്നിട്ട് അതനുസരിച്ച് ജീവിച്ചവരവരാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനായി സൃഷ്ടിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി എന്ന ആയത്തിലൂടെ അവരെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞത് അവരെ ഈ ബാധ്യത ഏൽപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സുന്നത്തിനെ
സുന്നത്തിനെ നാം നടപ്പാക്കണമെങ്കിൽ, സുന്നത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ സുന്നത്തിനെ എഴുതാൻ പരിശ്രമിച്ചവരും അതിനെ ബൈഹാർട്ടാക്കാൻ പരിശ്രമിച്ചവരും അതിനെ വള്ളിക്കോ പുള്ളിക്കോ ചഞ്ചില്ലാത്ത വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിച്ചവരും അള്ളാഹ് സെലക്ട് ചെയ്തവരായ സഹാബാക്കളായിരുന്നു. ആ സഹാബാക്കളുടെ ബേക്കിൽ അണിനിരക്കുക എന്നത് വളരെ നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അപ്പോൾ അവരുടെ ബേക്കിൽ അണിനിരന്നു കഴിഞ്ഞാലാണ് നമുക്ക് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ സാധിക്കുക. അപ്പോൾ അവരുടെ ബേക്കിൽ അണിനിരക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അദീമിൽ മറ്റൊരിടത്ത് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല എന്ന് പറഞ്ഞതും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. എന്താണത്? ആരെങ്കിലും റസൂൽ പോയ റൂട്ട് ഒന്ന്, അവൻ പോകുന്ന റൂട്ട് മറ്റൊന്ന്. അതാണ് ഇഷാഖിഖ് എന്ന് പറഞ്ഞാൽ. റസൂൽ പോകുന്ന ഷിഖ് ഒന്ന്, നീ പോയ ഷിഖ് മറ്റൊന്ന്. അതുപോലെ തന്നെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, റസൂലിന്റെ ബേക്കിൽ അണിനിരന്നവരായ സഹാബാക്കൾ പോയ റൂട്ട് അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്ത് അത് ഒഴിവാക്കി, അത് അവഗണിച്ചു, അത് തള്ളി. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിക്കുന്നതാണ്, അവനെ നരകത്തിലേക്ക് ആയിരിക്കും അവസാനം ചെന്ന് ചേരേണ്ടി വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വാണിംഗ് നൽകിയത് ഹദീസ് നിഷേധികൾ അതിൽ ഉൾക്കൊള്ളും. എന്തുകൊണ്ട്? ഹദീസ് നിഷേധികൾ യഥാർത്ഥത്തിൽ സഹാബാക്കൾ അംഗീകരിക്കുന്നവരല്ല, അവർ സഹാബാക്കൾ കൊണ്ടുവന്നതായ വാക്കുകൾ അംഗീകരിക്കുന്നവരല്ല. അതിലൊക്കെ കൃത്രിമം വന്നിട്ടുണ്ട്, അതിലൊക്കെ അവരുടെ ഇഷ്ടാനുസരണം തോന്നിവാസം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണയും എന്ന കളവും ആണ് അവര് യഥാർത്ഥത്തിൽ ഹദീസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഓറിയന്റലിസ്റ്റുകാരിൽ കൂടി വന്നതായ തത്വമായിരിക്കാം, അല്ലെങ്കിൽ ജൂത വിഭാഗത്തിൽ നിന്നിട്ട് വന്ന തത്വമായിരിക്കാം. ഏതായിരുന്നാലും വിരോധമില്ല. അല്ലെങ്കിൽ മുസ്ലിം വേഷധാരികൾ നിന്നിട്ട് ഉള്ളതായിരിക്കാം. എന്തായിരുന്നാലും നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രമാണത്തെ മുത്തുപോലെ, മാണിക്യം പോലെ, സ്വർണം പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ ഷഹാദത്തിൻ മനുഷ്യന്മാരിൽ പൂർത്തിയാവണമെങ്കിൽ മദീന ഇമാമിന്റെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ സൂചിപ്പിച്ച ഭാഗമാണ് ഇന്ന്. എന്ത്? 2 ഷഹാദത്തിൽ നാം ചെല്ലുന്നു. 2 ഷഹാദത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധിക്കപ്പെടാൻ, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ചയാക്കപ്പെടാൻ, ആരാധനയുടെ ഏത് ഇനങ്ങൾ സമർപ്പിക്കാൻ അർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ലേ, ഇല്ല, എന്തുമില്ല, എവിടെയുമില്ല, എപ്പോഴുമില്ല എന്ന് നാം സമ്മതിക്കുന്നതാണ് ഷഹാദത്തിന്റെ ആദ്യത്തെ ഭാഗം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ഷഹാദത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ അല്ലാഹു ആകുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ആരാധിക്കാനുള്ള മാധ്യമം ആ റസൂലിന്റെ ബേക്കിൽ കൂടുതലാണ് എന്നതുകൊണ്ട് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതരാണ്, അള്ളാഹു ഞങ്ങളിലേക്ക് നിയോഗിച്ച വ്യക്തിയാണ്. എന്തിനു വേണ്ടി? ആ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, ആ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, ആ അള്ളാഹുവിന്റെ ശരീഅത്ത് എങ്ങനെ നടപ്പാക്കണം, ആ ശരീഅത്ത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നത് പഠിപ്പിക്കാൻ വേണ്ടി അയച്ച വ്യക്തിയാണ് എന്നതും കൂടി ഞാൻ സാക്ഷി നിൽക്കുന്നു, സമ്മതിക്കുന്നു, അതിന് സാക്ഷിയായി മാറുന്നു എന്നതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്കിന്റെ അർത്ഥം. അതുകൂടി ഫിറ്റാക്കുമ്പോൾ മാത്രമേ അവൻ ഷഹാദത്ത് 2 പരിപൂർണമാക്കിയ ആളായി മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവൻ ഷഹാദത്തിൽ വീഴ്ച വരുത്തിയവനാണ്, അവൻ പരിപൂർണ മുസ്ലിം അല്ല എന്നതാണ് പച്ചപരമാർത്ഥവും യാഥാർത്ഥ്യവും. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ മദീനത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം പ്രസംഗിച്ച പ്രസംഗം അത് സുന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ലോക മുസ്ലിങ്ങൾക്ക്, ലോക ജനതയ്ക്ക്. ആ സുന്നത്തിന്റെ പ്രത്യേകത അഥവാ ഹദീസിന്റെ പ്രത്യേകത അതിന്റെ ഘടക വിരുദ്ധമായി ഇപ്പോൾ കച്ചകെട്ടി ജനങ്ങൾ തഹദ്ദിയാത്തുകളും വെല്ലുവിളികളും നടത്തുന്ന യുഗത്തിലായതുകൊണ്ട് നാം കണ്ണ് തുറക്കേണ്ടതുണ്ട്, പണ്ഡിതന്മാർ രംഗത്തിറങ്ങേണ്ടതുണ്ട്, ഇത് ശരിക്കും മനസ്സിലാക്കി ഗ്രഹിച്ച് അവർക്ക് ബോധനം നൽകേണ്ടതുണ്ട് എന്ന രൂപത്തിലായിരുന്നു മദീന ഇമാമ് ഗൗരവത്തോടുകൂടി ഹദീസിന്റെ പ്രത്യേകത പഠിപ്പിച്ചത്. അത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ഹദീസിനെ നൽകേണ്ടതായ പ്രാധാന്യം നൽകിയിട്ട് അതിൽ സഹിഹായ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസുകളെ അത് സ്വയം പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തുവാനും ജനങ്ങൾക്ക് വ്യാപകമാക്കി കൊടുക്കുവാനും അതിനെ സംരക്ഷിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങളെ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത്തരം കാര്യങ്ങളിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ടുള്ള രോഗികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നിട്ടുള്ള രോഗികളുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ, അവർക്ക് പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കും അങ്ങനെ തന്നെ അല്ലാഹുവിന്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും അതുപോലെ തന്നെ ഇഖ്ലാസും അല്ലാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.